ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 19 വെള്ളിയാഴ്ച കേരളത്തിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ബാലൻ. ചിദംബരം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആദിശേഷൻ, സിനാൻ, ഫർസാന പാലത്തുങ്കൽ, ടോവിനോ തോമസ്, ഗിരീഷ് ഷേഡി, ജീൻ പോൾലാൽ, ബീന ആന്റണി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ സിനിമ 4 ദിവസം കൊണ്ട് 7 കോടി 22 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 1 കോടി 7, തമിഴ്നാട്ടിൽ 59 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 17 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 22 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 4 ദിവസം കൊണ്ട് 9 കോടി 27 ലക്ഷം രൂപ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇതിൽ 8 കോടി 94 ലക്ഷം രൂപയും കളക്ട് ചെയ്തത് മലയാളം പതിപ്പിൽ നിന്നാണ്. തമിഴ് പതിപ്പ് 16, തെലുങ്ക് 14, ഹിന്ദി 2,10,000, കന്നഡ 1,10,000 എന്നിങ്ങനെ 33,20,000 രൂപയാണ് അന്യഭാഷാ പതിപ്പിൽ നിന്ന് 4 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ $8,26,000, അതായത് 7 കോടി 82 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 17 കോടി 9 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 ദിവസത്തെ കേരള ഷെയറായി 3 കോടി 40 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഷെയറായി 8 കോടി 10 ലക്ഷം രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചിത്രത്തിന്റെ 5ാം ദിവസമായ ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരള കളക്ഷൻ 1 കോടി താഴെ പോയിട്ടുണ്ട്. ഇന്ന് 85-90 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് 8 കോടി 10 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 18 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ്. നസ്ലിൻ നായകനെ അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ചിത്രം 18ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 4,05,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 18 ദിവസം കൊണ്ട് 9 കോടി 98 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 76 ലക്ഷം ഉൾപ്പെടെ 11 കോടി 74 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. 18 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 19 കോടി 17 ലക്ഷം രൂപയുമാണ്. ജൂൺ 5 തിയേറ്ററിലെത്തിയ നിലവിൽ ആവറേജ് വിജയം സ്വന്തമായി കഴിഞ്ഞ തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. ജയറാം, ഉർവശി, മിസ്കിൻ എന്നിങ്ങനെ താരങ്ങളുമായി പാണ്ഡ്യരാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് കേരളത്തിൽ യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ 37 ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് കളക്ട് ചെയ്യാനായത്. അതേസമയം 18ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച തമിഴ്നാട്ടിൽ ഈ സിനിമ 9 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 13 കോടി 30 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ നിന്ന് 1 കോടി 26 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷം ഉൾപ്പെടെ 14 കോടി 98 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. 18 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 17 കോടി 4 ലക്ഷം രൂപയുമാണ്. 10 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 8 കോടി രൂപയ്ക്കാണ്. മെയ് 28 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന തമിഴ് സിനിമയുടെ ബ്ലാസ്റ്റ്. ഈ സിനിമ 26ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 5 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 16 കോടി 5 ലക്ഷം രൂപയാണ് ആദ്യ 26 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 33 കോടി 28 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 9 കോടി 63, കർണാടകയിൽ 5 കോടി 30, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 21 ലക്ഷം എന്നിങ്ങനെ 64 കോടി 47 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. ഓവർസീസ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 14 കോടി 40 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ വരെ ലോകമെമ്പാടുമായി 78 കോടി 87 ലക്ഷം രൂപയാണ് ബ്ലാസ്റ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. സനീഷ് ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജൂൺ 18 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, റിയാസ് ഖാൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 6,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 44,10,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 21 ലക്ഷം രൂപയാണ് ഷെയറായി കിട്ടിയിട്ടുള്ളത്. 4 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. പ്രശാന്ത് മോഹൻ സംവിധാനം ചെയ്ത് ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സത്യത്തിൽ സംഭവിച്ചത്. ചിത്രത്തിൽ ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ആകാശ് മേനോൻ, ദിൽഷാന എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം 4ാം ദിവസം തിങ്കളാഴ്ച കേരളത്തിൽ 1,50,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 10,25,000 രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയത്. ജൂൺ 12 4K റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഹാപ്പി ബി ഹാപ്പി. അല്ലു അർജുൻ നായകനായി കരുണാകരൻ സംവിധാനം ചെയ്ത ഈ സിനിമ 11ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 2,55,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 1 കോടി 56 ലക്ഷം രൂപയാണ്. ജൂൺ 19 വെള്ളിയാഴ്ച 4K പതിപ്പിൽ റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ജില്ല. തളപതി വിജയ്, മോഹൻലാൽ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഇന്നലെ തമിഴ്നാട്ടിൽ 17 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 47,50,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 7 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 54,50,000 രൂപയാണ്. സമർപ്പിത് എന്ന ബോളിവുഡ് സിനിമ ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 1,05,000 രൂപയാണ്. നിലവിൽ 4 ദിവസം കൊണ്ട് 4,59,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. 2,25,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. കാലഘട്ട എന്ന കന്നഡ സിനിമ ജൂൺ 19 തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ ഇന്നലെ കർണാടകയിൽ കളക്ട് ചെയ്തത് 5,05,000 രൂപയാണ്. അങ്ങനെ കന്നഡ കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 19,85,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 9,77,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.